പാലക്കാട് വേടന്റെ പരിപാടിയിൽ തിക്കും തിരക്കും. പോലീസ് ലാത്തിവീശി 15 പേർക്ക് പരിക്ക്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കുഴഞ്ഞു വീണവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് കോട്ടമൈതാനിയിൽ സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തിക്കും തിരക്കും ഉണ്ടായത്. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട പ്രതിയെ കൊണ്ട് ലഹരി വിമുക്ത പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കുന്നു. അത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. വലിയ വിരോധാഭാസം ഒന്നാമത് ഈ പരിപാടിയുടെ സംഘാടനത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ക്രമസമാധാന നില വരെ വഷളാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും നിലിമ, ഈ റാപ്പർ വേടന്റെ പരിപാടിക്കിടെയാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായി 15ഓളം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ചത്. സേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ പേരിൽ പോസ്റ്റർ അടിച്ചുകൊണ്ടാണ് ഈ വേടന്റെ പരിപാടി കോട്ട മൈതാനിയിൽ നടന്നത്. 6 മണിക്കായിരുന്നു പരിപാടി പറഞ്ഞത്. പിന്നീട് അതൊരു 7 മണി കഴിഞ്ഞു ആരംഭിക്കാൻ വേണ്ടി. ഇതിനോടകം തന്നെ ഈ പരിപാടി ആരംഭിക്കാൻ വൈകിയത് തന്നെ വലിയ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടാവുകയും കാണികളായി എത്തിയ ആളുകൾ തമ്മിൽ തർക്കങ്ങളും അതുപോലെ തന്നെ ബഹളങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഉന്തും തള്ളും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. പിന്നീട് ആ തിക്കും തിരക്കും കൂടുതൽ. ശരി അരുൺ, പാലക്കാട് വേടന്റെ പരിപാടിയിൽ തിക്കും തിരക്കും, പോലീസ് ലാത്തിവീശി 15 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.